ക്രിസ്റ്റി അവനെ അത്ഭുതത്തോടെ നോക്കി. ഹ, ഇവന്റെ സുക്കേട് നിനക്കും തുടങ്ങിയോ കാർത്തി? അവന്റെ പുഞ്ചിരി കണ്ടതും ക്രിസ്റ്റി അവനെ കളിയാക്കാൻ തുടങ്ങി. എടാ നസ്രാണി, നിനക്ക് ഞങ്ങളുടെ ഫീലിങ്സ് പറഞ്ഞാലൊരിക്കലും മനസ്സിലാകില്ല. കാരണം നീ കുട്ടിയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും അകത്തേക്ക് വലിഞ്ഞു. മോനെ ക്രിസ്റ്റി, അവൻ്റെ ആ പോക്കുണ്ടല്ലോ, അതവൻ്റെ പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാ. നിനക്ക് ഈ പ്രേമവും കുന്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് ഞങ്ങളുടെ ഫീലിങ്സ് ഒന്നും ഈ ജന്മം മനസ്സിലാകാനും പോകുന്നില്ല. നിനക്ക് മാത്രമല്ല, ദാ ഇവനും. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന ഇന്ദ്രൻ ക്രിസ്റ്റിയെയും ഹരിയെയും ഊക്കിവിട്ടു. അയ്യോ, ഞങ്ങൾക്ക് പ്രണയമൊന്നും വേണ്ട മച്ചാ, നീയൊക്കെ പ്രണയിച്ച് പണ്ടാരടങ്ങ്. ക്രിസ്റ്റി ഇന്ദ്രനെ പുച്ഛിച്ചുകൊണ്ട് ഹരിയുമായി പുറത്തേക്കിറങ്ങി. സാൻവിയോട് സംസാരിച്ച് നിൽക്കുമ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്യാനായി തുടങ്ങി. അതോടെ അവരുടെ ഇടയിലുള്ള സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. അതിൽ തെളിഞ്ഞിരിക്കുന്ന കാർത്തിയുടെ പേര് കണ്ടതും ആളുടെ മിഴികളൊന്ന് വിടർന്നു. അതോടൊപ്പം അവളുടെ ചുണ്ടിൽ അവളുടെ പ്രിയപ്പെട്ടവന് മാത്രം അവകാശപ്പെടുന്ന ഒരു കുഞ്ഞു പുഞ്ചിരിയും വിടർന്നു. എന്താ ഏട്ടത്തി ഒരു ചിരിയൊക്കെ? ഏട്ടനാണോ കോളിൽ? സാൻവി അവളോട് തിരക്കിയതും ആ കുഞ്ഞു പുഞ്ചിരിയോടെ അവൾ അതിന് മറുപടിയായി തലയാട്ടി. ചുമ്മാതല്ല, കടന്നിൽ കുത്തിയ പോലിരുന്ന ഏട്ടത്തിയുടെ മുഖം ഇത്ര പെട്ടെന്ന് വിടർന്നത്. സാൻവി അവളെ കളിയാക്കി പറഞ്ഞതും ആദ്യം അവളെ കണ്ണുരുട്ടി ഒന്ന് നോക്കിയതിന് ശേഷം ആ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു കോൾ അവളെ തേടി എത്തുന്നത് തന്നെ. അതുകൊണ്ട് അതിൻ്റെതായ പരിഭവം അവളുടെ സ്വരത്തിലുണ്ടായിരുന്നു. അതവന് ആദ്യത്തെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്തു. എന്താ പെണ്ണെ, പിണക്കമാണോ? അവളുടെ കൊള്ളിച്ചുള്ള സംസാരം കേട്ടതും കാർത്തി കുസൃതി നിറഞ്ഞ ചിരിയോടെ അവളോട് തിരക്കി. മതി ചിരിച്ചു മയക്കിയത്, ഇനി ഇതിലൊന്നും ഈ ആദി വീഴില്ല. ഓഹോ, അങ്ങനെയാണോ പെണ്ണെ? ഓഹോ, അങ്ങനെ തന്നെ. നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുതേടി പെണ്ണെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പെട്ടുപോയി, അത് നേരാ. എല്ലാം ഒതുക്കി ഞാൻ അധികം താമസിയാതെ നിന്റെ അരികിലെത്തും. അവൻ അവൾക്ക് വാക്ക് നൽകി. എനിക്ക് വിശ്വാസമില്ല കാർത്തിയേട്ടാ, നിങ്ങളുടെ ഈ പഞ്ചാര വാക്കുകളൊക്കെ ഞാൻ ഒരുപാട് വിശ്വസിച്ചതാ. അതുകൊണ്ട് ഇനി നിങ്ങൾ വന്നിട്ട് മാത്രം വന്നു എന്ന് പറയാം, അതാ നല്ലത്. ഓ മതിയേ, എല്ലാം എൻ്റെ കൊച്ചിൻ്റെ ഇഷ്ടം പോലെ. അതൊക്കെ പോട്ടെ പെണ്ണെ, നമ്മുടെ ഫിനാൻസും ഷോപ്പുമൊക്കെ എങ്ങനെ പോന്നു? മിണ്ടരുത് നിങ്ങൾ. എന്തേലും ഒരു ഉത്തരവാദിത്തം ഏട്ടനുണ്ടോ? ഞാനും ജാൻസിയേച്ചിയും മേബിയും ഇവിടെ കിടന്ന് അനുഭവിക്കുന്നവർക്കൊക്കെ ഏട്ടൻ അറിയണോ? എൻ്റെ കൊച്ചേ, അതിനു മാത്രം ഇപ്പോൾ എന്താ അവിടെ ഉണ്ടായത്? അവൻ കാര്യങ്ങൾ അറിയാനായി അവളോട് ചോദിച്ചു. അതോടെ വിശ്വനാഥൻ്റെ പ്രശ്നങ്ങളെല്ലാം അവൾ അവനോട് തുറന്നു പറഞ്ഞു. അല്ലേട്ടാ, നിങ്ങൾക്ക് ഈ സാറുമായി എങ്ങനെയാ പരിചയം? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? ആദ്യം തൻ്റെ സംശയം കാർത്തിയുടെ മുൻപിൽ വെളിവാക്കി. അങ്ങനെ പറയത്തക്ക പരിചയമൊന്നുമില്ല, എന്നാൽ ഇല്ലെന്ന് പറയാനും കഴിയില്ല. വളരെ യാദൃശികമായിട്ടാ സാറിനെ പരിചയപ്പെടുന്നതും കമ്പനിയാവുന്നതും. അതൊക്കെ ഞാൻ പിന്നീടൊരിക്കൽ പറയാം. ഓക്കെ, നമ്മുടെ എബിൻ്റെ സാറായ KK, അദ്ദേഹം ആരാ? നിങ്ങളുമായുള്ള ബന്ധം എന്താ? അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. നീ ഇത്ര പെട്ടെന്ന് അതൊക്കെ മറന്നുപോയോ? ഞാൻ മറന്നോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് കിട്ടണം, അവൾ അവനോട് തുറന്നു പറഞ്ഞു. ആദി, നിന്റെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം അധികം താമസിയാതെ ഞാൻ നിനക്ക് തരും. പക്ഷെ അതൊക്കെ കേട്ട് നീ എന്നെ വെറുക്കരുത്. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ വെറുക്കാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കാർത്തിയേട്ടാ. എന്നിട്ടും ഞാൻ നിങ്ങളെ വെറുത്തില്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? അതൊക്കെ ശരിയാ പെണ്ണെ, ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും തന്നെ ഇല്ല. അതൊക്കെ പോട്ടെ പെണ്ണെ, എനിക്ക് മറ്റു ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? അത് വെച്ചേ നമ്മുടെ അരവിക്കൊരാഗ്രഹം ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അതിനുള്ള മറുപടി ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ കാർത്തിയേട്ടാ. നിങ്ങൾക്കല്ലേ ഒന്നും മനസ്സിലാവാത്തത്? എൻ്റെ കൊച്ചേ, നീ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ ടെൻഷനാക്കാതെ. നീ ശ്രമിച്ചാ നമ്മുടെ ജാൻസി കൊച്ച് വീഴും. അങ്ങനെ വീണിട്ട് കാർത്തിയേട്ടൻ ബാക്കി കൂടി പറഞ്ഞേ. അങ്ങനല്ല മോളെ, അറിയാലോ, ജാൻസിയുടെ ജീവിതം പോയത് നമ്മുടെ കുടുംബക്കാർ കാരണം. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണേണ്ടതും നമ്മുടെ ഓരോ വ്യക്തികളുടെ കടമയുമാണ്. കാർത്തി അവളെ ഓർമ്മിപ്പിച്ചു. അതല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാർത്തിയേട്ടാ. പക്ഷേ മിക്കുമോൻ്റെ ജീവിതം കൂടി നമുക്ക് നോക്കണം. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവിതം ജാൻസിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
അതുപോലെ അരവിയേട്ടൻ ആദ്യം അവനെ ഓർമ്മിപ്പിച്ചു. ഇടയ്ക്കൊരു കോള് വന്നതാണേ, ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. എൻ്റെ കൊച്ചേ, ആ അരവിക്ക് മിക്കുമോൻ എന്ന് വെച്ചാൽ ജീവനാ, അതറിയാവോ നിനക്ക്? അവൻ്റെ വീട്ടുകാർക്കോ? അതിന് കാർത്തിയുടെ മറുപടി മൗനമായിരുന്നു. എന്തേ, ഏട്ടനൊന്നും പറയാനില്ലേ? അവൾ അവനോട് പുച്ഛത്തോടെ ചോദിച്ചു. അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൾ അവനോട് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഏട്ടാ, ജാൻസിയേച്ചിക്കൊരു ജീവിതം വേണം. അത് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് ചേച്ചിയുടെ മേലിലുള്ള ചെളി നമ്മളായിട്ട് തന്നെ കഴുകിക്കളയണം കാർത്തിയേട്ടാ. ഇല്ലെങ്കിൽ സമാധാനപരമായ ഒരു കുടുംബജീവിതം അവർക്ക് ഈ ജന്മം കിട്ടുകയില്ല. പക്ഷെ അരവി, അവൻ നല്ല ചെറുപ്പക്കാരനാണ് കൊച്ചേ. അവൻ അവളെ പൊന്നുപോലെ നോക്കും. അതുമാത്രമല്ല, അവനവളെ സംശയമില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? അവൻ ആ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. കാർത്തിയേട്ടാ, ജാൻസിയേച്ചിക്ക് ഈ നാട്ടുകാർ പടച്ചു കൊടുത്ത ലേബൽ എന്താണെന്ന് ഏട്ടനറിയാലോ? അതോ അറിയില്ലെന്ന് നടിക്കുന്നതാണോ? അവൾ കൂട്ടിച്ചേർത്തു. അത് കേട്ടതും കാർത്തിയുടെ സ്വരം താണു. ഏട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, പക്ഷെ അതാണ് സത്യം. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതിന് ഞാനും അവളൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ആദിയെ. എനിക്കവളെന്നും എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയാ. അതെനിക്കറിയാം കാർത്തിയേട്ടാ, പക്ഷേ ഈ നാട്ടുകാർക്ക് അതറിയണമെന്നില്ല. നീ പറയുന്നതൊക്കെ വളരെ ശരിയാ. നീ പറഞ്ഞതുപോലെ 4 പേരുടെ മുൻപിൽ സത്യങ്ങളെല്ലാം തെളിഞ്ഞാലും ആ പാവത്തിന് കിട്ടിയ മോശപ്പേര് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അതിനൊരിക്കലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഈ നാട്ടിൽ ജാൻസിയേച്ചിക്കുള്ള പേര് ഒരു ഡാഷ് പെണ്ണിന് സമമാണ്. എന്നാൽ അതല്ല സത്യം എന്ന് പുറത്തു വന്ന ആ പാവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഒരു വലിയ ആശ്വാസമാകും. അതുപോലെ അരവിക്ക് ജാൻസിയേച്ചിയെ ഇഷ്ടമാണെങ്കിൽ അതവൻ ധൈര്യത്തോടെ തുറന്നു പറയട്ടെ. അതുപോലെ ധൈര്യത്തോടെ തന്നെ അവൻ്റെ കുടുംബക്കാരോട് പറയാനുള്ള ചങ്കുറപ്പും അവന് വേണം. അതുപോലെ എന്ത് കാരണത്താലും അവരെ കൈവിടില്ലെന്നുള്ള ഉറപ്പും കൂടെ അവൻ തന്ന ഞാൻ ഈ കാര്യം ജാൻസിയേച്ചിയോട് സംസാരിക്കുക തന്നെ ചെയ്യും. അവൾ അവന് വാക്ക് നൽകി. അങ്ങനെ കുറച്ചു നേരം കൂടി അവർ പരസ്പരം സംസാരിച്ചതിന് ശേഷമാണ് ആ കോൾ അവസാനിപ്പിച്ചത്. അതിനുശേഷം ഓരോന്നാലോചിച്ച് നിൽക്കുകയാണ് ആദി. അവളുടെ ആ നിൽപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന അവളുടെ അരിയിലേക്ക് നടന്നെടുത്തത്. അല്ലേട്ടത്തി, നിങ്ങളുടെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നേ? ഏട്ടൻ വിളിച്ചിട്ടൊരു സന്തോഷമൊന്നും നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ലല്ലോ. അതിനൊക്കെ ഒരു കാരണമുണ്ട് മോളെ. ഞാൻ എന്തായാലും നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ സാൻവിയെയും അന്നയെയും ഒപ്പം തൻ്റെ കൂടെ പിടിച്ചിരുത്തി. എടാ, നീ പറഞ്ഞതുപോലെ കാർത്തിയേട്ടൻ തന്നെയാണ് വിളിച്ചത്. എന്നിട്ടാണോ ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ? എബിൻ ഒരു ചിരിയോടെ ചോദിച്ചു. അങ്ങനെ വാടിയിരിക്കാൻ ഒരു കാരണമുണ്ട് എബി. അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എവിടെയൊക്കെയോ ഒരു തെറ്റുപോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ ഏട്ടത്തി, നിങ്ങൾ ആളെ വട്ടാക്കാതെ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ ഞങ്ങളോട് പറയുന്നുണ്ടോ? അത് പറയാൻ തന്നെയാ ഞാൻ നിങ്ങളെ എൻ്റെ അരികിൽ പിടിച്ചിരുത്തിയത്. നമ്മുടെ ജാൻസിയേച്ചിക്ക് ഒരാലോചന കേട്ടിട്ട് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജാൻസിയേച്ചിയുടെ പാസ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അല്ലാതെ ആ പാവത്തിനെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമല്ലേ ചെയ്യുക? അത് ശരിയാ ഏട്ടത്തി. കാർത്തിയേട്ടൻ്റെ സെറ്റപ്പ്, അതുപോലെ കാർത്തിയേട്ടൻ്റെ കുട്ടിയാണ് മിക്കു എന്നൊക്കെ രീതിയിലുള്ള കഥകളല്ലേ? അല്ലേ തന്നെ ഇപ്പം പാട്ടാ. അരവിയേട്ടനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും നമുക്കാർക്കും ഇല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ കലങ്ങി തെളിഞ്ഞാൽ മാത്രമേ ആ പാവത്തിന് നല്ലൊരു ജീവിതം കിട്ടൂ. സാൻവിയും ആദിയുടെ അഭിപ്രായത്തോട് യോജിച്ചു. ഇതേ അഭിപ്രായം തന്നെയായിരുന്നു എബിക്കും അന്നയ്ക്കും. അല്ല ചേച്ചി, ആ ഇന്ദ്രേട്ടൻ്റെയും ലച്ചു ചേച്ചിയുടെയും വിവാഹത്തെക്കുറിച്ച് പിന്നെ ഒരു സംസാരം ഉണ്ടായില്ലല്ലോ. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചു. ലച്ചുവിൻ്റെ അമ്മാവന്മാർക്കും അതുപോലെ ലച്ചുവിൻ്റെ അച്ഛനുമൊന്നും ഈ വിവാഹത്തിനോട് അത്ര വലിയ താല്പര്യമില്ല സാനു. അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതുപോലാണല്ലോ ഇന്ദ്രേട്ടൻ്റെ ഒക്കെ നടപ്പ്. ഒരു ഉത്തരവാദിത്വവും ഇല്ല, ആദി കൂട്ടിച്ചേർത്തു. ആ സംസാരമൊക്കെ കഴിഞ്ഞ് ആദി സാൻവിയുടെ നേരെ തിരിഞ്ഞു. മോളെ സാനു, എനിക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ ദ്രോഹിക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഒരു തവണ അവസരം കൊടുക്കും. ആ സമയം അവർക്ക് ആ തെറ്റുകൾ ഏറ്റുപറയാൻ സാധിക്കുമെങ്കിൽ മാത്രം ഈ പ്രശ്നം ഞാൻ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പരിഹരിക്കും. ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തവനും ചെയ്യാൻ കൂട്ടു നിന്നവനും അതിനെ സഹായിച്ചവരും ഒക്കെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അവൾ അവരോട് തുറന്നു പറഞ്ഞു. എൻ്റെ ഏട്ടത്തി, എൻ്റെ തന്തയുടെ സ്വഭാവം നേരെയാകുമെന്ന് എനിക്ക് തോന്നില്ല. അതുമാത്രമല്ല, അയാളെപ്പോലെ വിഷമുള്ളൊരു ജന്തുവിനെ ഞാൻ ഒരിക്കലും കണ്ടില്ല. സത്യം പറയാലോ, കാർത്തിയേട്ടൻ്റെ അച്ഛനെ കൊന്നതുപോലും അയാളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എടാ, എല്ലാം ശരിയാ, എന്നാലും സ്വന്തം സഹോദരനെ ആരെങ്കിലും കൊല്ലാൻ തയ്യാറാകുമോ? ആദി സംശയത്തോടെ അവളോട് ചോദിച്ചു. എൻ്റെ ഏട്ടത്തി, പണമാണ് എല്ലാത്തിനും വലുത്.
പണമാണ് ജീവിതം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് എന്ത് സഹോദര ബന്ധമാ? സ്വന്തം സഹോദരൻ്റെ മകനാണെന്ന് പോലും നോക്കാതെ എൻ്റെ കാർത്തിയേട്ടനെ എത്രത്തോളം അവരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഏട്ടത്തിക്ക് അറിയുമോ? അതും ഏട്ടൻ്റെ അച്ഛൻ മരിച്ച് ചൂടാറുന്നതിന് മുൻപ് തന്നെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വല്യച്ഛൻ മരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, വല്യച്ഛൻ്റെ മരണശേഷം ഈ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ അച്ഛൻ അധികാര കസേരയിലേക്ക് വന്നതും വല്യച്ഛൻ ഇത്രയും കാലം പടുത്തുയർത്തിയ ബിസിനസ്സൊക്കെ മൂക്കും കുത്തി താഴേക്ക് വീണു എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, വല്യച്ഛൻ മരിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ ബിസിനസ് എന്താണെന്നറിയാതെ ബിസിനസ്സിലേക്ക് കടന്നു വന്നതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വല്യച്ഛൻ മരിക്കണമെന്ന് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. എടാ, മനുഷ്യരാണ്. സ്വാർത്ഥതയില്ലാത്ത ഒരാളും ഇന്ന് ഈ ഭൂലോകത്തില്ല. പിന്നെ നിന്റെ അച്ഛനത് ഇത്തിരി കൂടുതലാണെന്ന് മാത്രം. അതിൻ്റെ തെളിവുകളാണല്ലോ ഇപ്പം നമ്മുടെ മുൻപിൽ നടക്കുന്നതൊക്കെ. എബിൻ സാൻവിയോടായി പറഞ്ഞതും അവൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. അതോടെ അവൻ സംസാരം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. അതിൽ തെളിഞ്ഞിരിക്കുന്ന ആളുടെ പേര് കണ്ടതും എബി തൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന ആദിയൊന്ന് നോക്കിക്കൊണ്ട് കോളും എടുത്ത് അരികിൽ നിന്നും 2 ചൂടുകൾ മുൻപോട്ട് വെച്ചു. അല്ല, നീ ഇതെവിടെ പോവാ ചെക്കാ? അത് പിന്നെ ചേച്ചി, ഇത് ഞങ്ങളുടെ ഓഫീസിൽ നിന്നുള്ള കോളാ. നിങ്ങൾ തൽക്കാലം സംസാരിച്ച് നിൽക്ക്, ഞാനിതെന്താണെന്നൊന്ന് നോക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. കുറച്ച് സമയത്തിന് ശേഷം, ഹേയ്, അതിനുള്ള ധൈര്യമൊന്നും അവറ്റകൾക്കില്ല ജാൻസി ചേച്ചി. അതുമാത്രമല്ല, പെട്ടെന്ന് നമ്മളെ കബളിപ്പിച്ച് ആ പ്രഭാകരൻ്റെ അടുക്കൽ ഇവർക്ക് ജോലിക്ക് കയറാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഇവറ്റകൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. അത് ശരിയാ മോളെ, ആ ജന്മങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പോലില്ല. എന്നാലും ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് ആ നന്ദി പോലും കാണിക്കാതെ അവർക്ക് എങ്ങനെ തോന്നി നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇവറ്റകളൊന്നും മനുഷ്യരെയല്ല. അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജാൻസിയേച്ചി. അവർക്ക് ആവശ്യമില്ലാത്ത സ്പേസ് കൊടുത്ത കാർത്തിയേട്ടനുമൊക്കെ ഇത് ബാധകമാണ്. അങ്ങനെ പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യമാണ് മോളെ? നടക്കാനുള്ളതൊക്കെ എപ്പോഴേ നടന്നു. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നോക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ബിസിനസ് കൂടി നമുക്കില്ലാതാവും. നമ്മൾ തന്നെ എന്ത് ചെയ്യാനാ? ചേച്ചി കാർത്തിയേട്ടനോട് ഞാൻ പറഞ്ഞു, ഇക്കാര്യം പലതവണ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു കുലുക്കവും ഇല്ല. ഇതൊന്നും തന്നെ ബാധിക്കാത്ത പോലെയുള്ള പെരുമാറ്റമാണ് ഇപ്പോൾ കാർത്തിയേട്ടനുള്ളത്. അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോൾ ആദിയുടെ അച്ഛൻ അവരുടെ അരികിലേക്ക് കയറി വന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളെ കണ്ടതും ആദി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അയാളുടെ നേരെ തിരിഞ്ഞു. നിനക്കെന്നെ ഓർമ്മയുണ്ടോടി? ഓർമ്മ കാണാനുള്ള വഴിയൊന്നുമില്ല. ജനിപ്പിച്ചവരോട് നിനക്കിപ്പോൾ പുച്ഛമാണല്ലോ. അയാൾ അകത്തേക്ക് കയറി വന്നതും അവളെ പരിഹസിക്കാൻ തുടങ്ങി. ഇത് കേട്ടുകൊണ്ടാണ് അന്നയും എബിയും സാൻവിയും കൂടി അവിടേക്ക് കടന്നു വന്നത്. അതോടെ അയാളുടെ ശബ്ദം കുറച്ചുകൂടി ഉയർന്നു. അച്ഛൻ എന്താ വേണ്ടത്? അത് കേട്ടതും ആദി, അച്ഛനോ? അങ്ങനെയുള്ള ബന്ധമൊക്കെ നിന്റെ ഉള്ളിലുണ്ടോ? ഒരു പണക്കാരനെ കെട്ടിയതിന് ശേഷം നിനക്ക് അച്ഛനും വേണ്ട അമ്മയും വേണ്ടെന്ന രീതിയിലാണല്ലോ നിന്റെ പോക്കൊക്കെ. ഇത്രയും കാലം നിന്നെ തീറ്റിപ്പോറ്റിയ ഞങ്ങളോട് കുറച്ചെങ്കിലും കടമ നിനക്ക് കാണിക്കാം. അയാൾ അവളെ പരിഹസിച്ചു. അച്ഛൻ എന്നെ തീറ്റിപ്പോറ്റിയ കഥയൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാ എനിക്കും ഉണ്ട് ചിലതൊക്കെ പറയാൻ. പക്ഷെ അത് കേൾക്കാനുള്ള ത്രാണി അച്ഛനുണ്ടായെന്ന് വരില്ല. ആരെയും പേടിക്കാതെയുള്ള ആദിയുടെ വാക്കുകൾ കേട്ടതും രഘു ഞെട്ടലോടെ അവളെ നോക്കി. എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന തരത്തിലായിരുന്നു അവളുടെ അപ്പോഴത്തെ പെരുമാറ്റം. ഡി പെണ്ണേ, കൂടുതൽ കിടന്നങ്ങ് നെകളിക്കരുത്. നിന്നെ വിറ്റ കാശെൻ്റെ കയ്യിലുണ്ട്. അതുണ്ടാകും. കുറേ കാലം നിങ്ങൾ അങ്ങനെയാണല്ലോ ജീവിച്ചത്. അവളും വിട്ടുകൊടുക്കാതെ അയാൾക്കിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വന്നത് നിന്നോട് ഗുസ്തി ഇടാനൊന്നുമല്ല കൊച്ചേ. നിന്റെ അമ്മയ്ക്കിപ്പോൾ പഴയതുപോലെ ആവതൊന്നുമില്ല. പിന്നെ നിന്റെ സഹോദരങ്ങളും ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിനക്കിത് വല്ലതും അറിയണോ? നീ സപ്രപഞ്ചത്തിൽ കിടക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയും പരോട്ടമൊക്കെ അലയുക. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഞാൻ ഇങ്ങനെ മനസമാധാനമായി ജോലിക്ക് പറഞ്ഞയക്കും? അതിനെന്താച്ചാ കുഴപ്പം? നിങ്ങളുടെ മൂത്ത മകളായ ഞാൻ ഇതിലും ചെറിയ പ്രായത്തിലാണ് വീട്ടുവേലയ്ക്ക് ഇറങ്ങിയത്. അന്ന് ഇത്തരത്തിൽ എനിക്ക് വേണ്ടി ദുഃഖിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന എൻ്റെ സ്വന്തം അച്ഛനെന്ന് പറയുന്ന നിങ്ങളോ അമ്മയെന്ന് പറയുന്ന അവരോ അങ്ങനെ ആരും തന്നെ എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ജീവിച്ചില്ലേ? അതുകൊണ്ട് പണി ചെയ്യുന്നത് അത്ര കുറച്ചിലൊന്നുമല്ല. നിന്നെ പോലെയാണോ അവർ? അയാൾ ആദിയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ എടുത്തടിച്ചതുപോലെ ചോദിച്ചതും അതിന് മറുപടിയായി എബിൻ്റെ സ്വരം അവിടെ ഉയർന്നു. എന്താ മാമ, നിങ്ങളുടെ മക്കൾക്കെന്താ കൊമ്പുണ്ടോ? അവരും എൻ്റെ ആദിയേച്ചിയെ പോലെ മനുഷ്യർ തന്നെയല്ലേ? അതുകൊണ്ട് എൻ്റെ ചേച്ചിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പണികളും നിങ്ങളുടെ മക്കൾക്കും ചെയ്യാം. അവൻ അവരോട് തുറന്നടിച്ചു. അതൊക്കെ പറയാൻ നീ ആരാടാ? ഇവനാണോ നിന്റെ ഭർത്താവിന് പകരമായി നിനക്കിപ്പോൾ കൂട്ടുകിടക്കുന്നത്?
അയാൾ പരിഹാസത്തോടെ ചോദിച്ചതും ആദി തൻ്റെ മുൻപിലുണ്ടായിരുന്ന ബോട്ടിൽ ദേഷ്യത്തോടെ അയാളുടെ നേരെ വലിച്ചെറിഞ്ഞു. ഇത് തൻ്റെ മുഖത്ത് നോക്കി എറിയാൻ എനിക്കറിയാൻ വൈഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങളെൻ്റെ അച്ഛനായിപ്പോയി, അതുകൊണ്ട് മാത്രമാ ഞാനിത് ചെയ്യാത്തത്. പക്ഷേ ഇനി എൻ്റെ മുൻപിൽ നിന്ന് ഇത്തരത്തിൽ നിങ്ങൾ സംസാരിച്ചാൽ ഇതായിരിക്കില്ല എൻ്റെ മറുപടി. ഓ, നീ എൻ്റെ നേരെ ചലിക്കാൻ മാത്രം വളർന്നോ? അയാൾ വീണ്ടും അവളുടെ നേരെ അട്ടഹസിച്ചതും ആദിയുടെ ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചായിരുന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലായിരുന്നു ആദി. ആ സമയം അതുകൊണ്ട് കടന്നുപോയി. ഇത് മനസ്സിലാക്കി അവളുടെ അടുത്തിരുന്ന ജാൻസി ഫോൺ എടുത്ത് അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി. അതിൽ തെളിഞ്ഞിരിക്കുന്ന കാർത്തിയുടെ പേര് കണ്ടതും അവൾ കൂടുതലൊന്നും സംസാരിക്കാതെ ആദിയുടെ മുഖത്തിന് നേരെ നീട്ടി. അത് കണ്ടതും ആദിയുടെ നോട്ടം ജാൻസിയുടെ നേരെ നീണ്ടു. നീ ഇതൊന്നും കാര്യമാക്കണ്ട, കാർത്തി എന്തേലും അത്യാവശ്യം പറയാനായി വിളിക്കുന്നതാകും. എന്തായാലും നീ കോളെടുത്ത് സംസാരിക്കാൻ നോക്ക്. ജാൻസി രഘുവിനെ അവഗണിച്ചുകൊണ്ട് ആദിയോടായി പറഞ്ഞതും രഘുവിനാകെ വിറഞ്ഞു കയറി. എന്തായാലും കൊള്ളാം, ഭർത്താവും ഭർത്താവിൻ്റെ കാമുകിയും ഒരുമിച്ച്. നിനക്കെങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? നീയൊക്കെ ഒരു പെണ്ണ് തന്നെയാണോ? അയാൾ വീണ്ടും അവളുടെ നേർക്ക് അട്ടഹസിച്ചതും ആദി ദേഷ്യം സഹിക്കാൻ കഴിയാതെ അവൻ്റെ മുൻപിൽ നിന്ന് വിറപൂണ്ടു. ആദിയുടെ ഭാവമാറ്റം കണ്ടതും രഘു 2 ചുവട് പിന്നിലേക്ക് വെച്ചു. അവിടെയുണ്ടായിരുന്ന അരിച്ചാക്കിൽ തട്ടി ബാലൻസ് കിട്ടാതെ പിറകോട്ട് മറിഞ്ഞു വീണു. അത് കണ്ടതും എബിനടക്കം പൊട്ടിച്ചിരിച്ചു. എടോ, തടി കേടാകാതെ എഴുന്നേറ്റ് പാൻ നോക്ക്, അല്ലെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ മറുപടി പറയുന്നത് ആദിയേച്ചിക്ക് പകരം ഞാനായിരിക്കും. എബിൻ അയാളുടെ നേരെ മുരണ്ടതും അയാൾ തപ്പിത്തടഞ്ഞ് ഒരു വിധത്തിൽ എഴുന്നേറ്റു. അപ്പോഴേക്കും ആദി കാർത്തിയോട് സംസാരിച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ കൊച്ച് നല്ല ടെറർ മോഡിലാണല്ലോ. ഫോൺ എടുത്ത പാടെ കാർത്തിയുടെ കുസൃതി നിറഞ്ഞ സ്വരം അവളുടെ നേരെ ഉയർന്നു. ദേ മനുഷ്യ, വെറുതെ ചൊറിയാൻ നിൽക്കാതെ വച്ചിട്ട് പോന്നുണ്ടോ? അവൾ തൻ്റെ കലി അടക്കാൻ കഴിയാതെ അവന് നേരെ പൊട്ടിത്തെറിച്ചു. കൂൾ ഡൗൺ ബേബി, കൂൾ. നീ തൽക്കാലം ഫോൺ എൻ്റെ അമ്മായിയപ്പൻ്റെ കയ്യിലൊന്ന് കൊടുത്തേ. ഇത്തവണ ഞെട്ടിയത് ആദിയായിരുന്നു. അത് കേട്ടതും അവൾ വെപ്രാളത്തോടെ തനിക്ക് ചുറ്റുമൊന്ന് പരതി. ഞാൻ അവിടൊന്നും ഇല്ല പെണ്ണേ. ആ കണ്ണുകൾ കൊണ്ട് എന്നെ ഇങ്ങനെ കൊതിപ്പിക്കാതെ നീ നിൻ്റെ അപ്പൻ്റെ കയ്യിൽ കൊടുക്കടി. എനിക്കെൻ്റെ അമ്മായിയപ്പനെ ഒന്ന് സ്നേഹിക്കണം. ആദ്യം കുസൃതിയോടെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് ഗൗരവത്തിലേക്ക് വഴിമാറി. കാർത്തിയേട്ടനാണ്, അച്ഛനോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അയാളുടെ നേർക്ക് ഫോൺ നീട്ടി. കാർത്തി എന്ന് കേട്ടതും രഘു ഒന്ന് ഭയന്നു. എത്ര ദേഷ്യമുണ്ടെങ്കിലും കാർത്തിയുടെ നേരെ ശബ്ദമുയർത്താനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ താഴ്മയോടെയാണ് അയാൾ ആ ഫോൺ വാങ്ങി വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങിയത്. ഇത്തവണ കണ്ണും പിഴഞ്ഞത് സാൻവിയും എബിനും ഒക്കെയാണ്. അതുപോലാണ് രഘുവിൻ്റെ പ്രകടനം. എൻ്റെ ചേച്ചി, നിൻ്റെ അച്ഛൻ തന്നെയാണോ ഇത്? ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിയുമോ? മാറാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനിത് വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ കണ്ട് വലിയ ഞെട്ടലൊന്നും ഇല്ല പിള്ളേരെ. എന്നാൽ ഇതേ സമയം കാർത്തിയും രഘുവും തമ്മിൽ സംസാരിക്കുകയാണ്. അല്ല, മോനെന്തിനാ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്? എന്നോട് എന്തേലും മോന് പറയാനുണ്ടോ? രഘു ഒന്നും അറിയാത്ത പോലെ അവനോട് ചോദിച്ചു. എനിക്കെന്തേലും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അമ്മായച്ചനോട് സംസാരിക്കാവൂ എന്നുണ്ടോ? അവൻ അയാളോട് പുച്ഛത്തോടെ ചോദിച്ചു. മോനെന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? അയാൾ ഒന്നും അറിയാത്തതുപോലെ അവനോട് ചോദിച്ചതും കാർത്തിയുടെ സ്വരം മാറി വന്നു. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയോ സംശയമുള്ളതായി ഞാൻ കേട്ടല്ലോ. അതെന്താണെന്ന് ഒന്നും കൂടെ പറഞ്ഞേ, ഞാനൊന്ന് വിശദമായി കേൾക്കട്ടെ. അയ്യോ, അങ്ങനെയൊന്നുമില്ല മോനെ. എനിക്ക് മോനെക്കുറിച്ച് യാതൊരുവിധ സംശയങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊക്കെ എൻ്റെ കുട്ടിക്ക് വെറുതെ തോന്നിയാ. ഓഹോ, അങ്ങനെയാണോ? അപ്പം താൻ കുറച്ചു മുമ്പ് എൻ്റെ ഭാര്യയുടെ മുൻപിൽ പ്രസംഗിച്ചതോ? അവൻ എടുത്തടിച്ച പോലെ ചോദിച്ചു. എന്ത്? അയാൾ ഞെട്ടലോടെ ചോദിച്ചു. എടോ, കൂടുതൽ എൻ്റെ മുൻപിൽ പൊട്ടൻ കളിക്കരുത്. താൻ സംസാരിക്കുന്നത് ഈ കാർത്തിയോടാ. അതുകൊണ്ട് കൂടുതൽ കളിക്കാനാണ് തൻ്റെ ഭാവമെങ്കിൽ കളി എന്താണെന്ന് തന്നെ പഠിപ്പിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇതേ സമയം പ്രഭാകരൻ പറഞ്ഞിട്ട് സത്യൻ ഫോണിലൂടെ അനന്തനോട് സംസാരിക്കുകയാണ്. എൻ്റെ വക്കീലെ, ഞങ്ങളെ ഒന്ന് സഹായിക്കുക. ഇല്ലെങ്കിൽ ഞാനും താനും പ്രഭാകരനും ഒക്കെ നാറും. അതിനൊരു സംശയം വേണ്ട. പക്ഷെ അക്കൂട്ടത്തിൽ ഞാനുണ്ടാവില്ല. വക്കീൽ അടുത്ത നിമിഷം തന്നെ കാലുവാരി. എൻ്റെ പൊന്നു വക്കീലെ, നിങ്ങളിങ്ങനെ അതും ഇതും പറയാതെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കി തരാൻ നോക്ക്. സത്യൻ തൻ്റെ ആവശ്യം അനന്തനെ അറിയിച്ചു. എടോ, താനൊക്കെ കരുതുന്ന പോലെ ആ മേലേടത്തെ വിശ്വനാഥനുമായി എനിക്കങ്ങനെ പറയത്തക്ക ബന്ധമൊന്നുമില്ല. അയാളുടെ വക്കീലിൻ്റെ കീഴിലാണ് ഞാനും പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ കേസുകൾ ചിലത് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയൊരു കേസാണ് മേലേടത്ത് വിശ്വനാഥൻ സാറിൻ്റെ കേസ്. അന്ന് സാറിനെ കണ്ടു എന്നല്ലാതെ ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധവുമില്ല. അതുപോലെ തന്നെ നീയും പ്രഭാകരൻ മുതലാളിയും ഒക്കെ കരുതുന്ന പോലുള്ള ഒരടുപ്പവും ഞങ്ങൾക്കിടയിലില്ല. അയാൾ അവനോട് തുറന്നു പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അനന്ത, എൻ്റെ ആകെയുള്ള പ്രതീക്ഷ നീയായിരുന്നു. അയാൾ വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞതും അതിനെ തടയിടാൻ എന്നവണ്ണം അനന്തൻ്റെ സ്വരം അവിടെ ഉയർന്നു. എന്തായാലും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിനക്കിപ്പോൾ തന്നെ മേലെടുത്ത് വിശ്വനാഥൻ സാറിനെ വിളിക്കരുതോ? അത് കേട്ടതും അനന്തൻ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തൊന്നും അദ്ദേഹത്തിനെ വിളിക്കാൻ കഴിയില്ല സത്യ. അത് മാത്രമല്ല, അയാൾക്ക് ഫോൺ എടുക്കുന്നതിലും മറ്റും പ്രത്യേക സമയമുണ്ട്. ആ സമയത്തല്ലാതെ ആര് വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കില്ല. ആണോ? അതേ സത്യ. അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അല്ല, നീ എന്തിനെക്കുറിച്ച് അയാളോട് സംസാരിക്കും? അയാൾ വീണ്ടും സംശയത്തോടെ അവനോട് തിരക്കി. കാർത്തിയെ കുറ്റപ്പെടുത്തി വേണം സംസാരിക്കാൻ. അതുപോലെ നിങ്ങൾക്ക് അയാളെ കാണാനുള്ള അവസരവും ഞാൻ ഉണ്ടാക്കി തരണം. ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അയാൾ അവരോട് ഓപ്പണായി തന്നെ ചോദിച്ചു. അതെ അനന്ത, ഇതൊക്കെ തന്നെ എൻ്റെ ആവശ്യം, സത്യൻ അയാളോട് തുറന്നു പറഞ്ഞു. ഇക്കാര്യം നീ എനിക്ക് വിട്ടേക്ക്, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിച്ചു. ആ കോൾ അവസാനിച്ചതിന് ശേഷം സത്യൻ പ്രഭാകരൻ്റെ നേരെ തിരിഞ്ഞു. എന്തായി സത്യ, നമ്മൾ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? അയാൾ അവനോട് ചോദിച്ചതും അവൻ്റെ സ്വരം ഉയർന്നു. പ്രഭാകര, നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. ആ അനന്തൻ ആ വിശ്വനാഥനെ പോയി കാണാമെന്ന് ഏറ്റിട്ടുണ്ട്. അയാളെ വെറുതെ പോയി കണ്ടതുകൊണ്ട് ഒരു കാര്യമില്ല സത്യ. ആ കാർത്തിയെക്കുറിച്ച് വളരെ മോശമായിട്ട് വേണം സംസാരിക്കാൻ, പ്രഭാകരൻ സത്യനെ ഉപദേശിച്ചു. ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രഭാകര, ബാക്കിയെല്ലാം അനന്തം നോക്കിക്കോളും. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പോകാനായി ഇറങ്ങി. നീ പോവാണോ സത്യ? ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ പ്രഭാകര, പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ ഇതേ സമയമോ കാർത്തി രഘുവിനോട് വളരെയധികം ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. കാർത്തിക്കുഞ്ഞെ, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞേ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. അയാൾ ഒരുവിധം കാർത്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തി. എന്തായാലും തൻ്റെ പെട്ടെന്നുള്ള ദേഷ്യം ഞാൻ വരുമ്പോൾ ഒന്ന് കുറയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതെന്താ അമ്മായി അച്ഛനെ ഒരുപാട് ദോഷം ചെയ്യും. നല്ല രീതിയിലുള്ള ദേഷ്യം അയാൾക്ക് വരുന്നുണ്ടെങ്കിലും കാർത്തിയുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് തന്നെ അയാൾ മൗനം പൂണ്ടു. എന്തായാലും നമുക്ക് കൃത്യമായി തന്നെ സംസാരിക്കാം അമ്മായിയച്ച. ഞാൻ എന്തായാലും അധികം താമസിയാതെ നാട്ടിലേക്ക് വരുന്നുണ്ട്. മോൻ പറഞ്ഞ സത്യമാണോ? നീ അധികം താമസിയാതെ ഈ നാട്ടിലേക്ക് വരുന്നുണ്ടോ? പിന്നെ നാട്ടിലേക്ക് വരാതിരിക്കാൻ എനിക്ക് കഴിയുമോ? എൻ്റെ പ്രാണനും ലോകവും ഒക്കെ അവിടെയല്ലേ. അതൊക്കെ മൂളിക്കേറ്റുകൊണ്ട് നിൽക്കാൻ മാത്രമേ അയാൾക്ക് കഴിയുമായിരുന്നുള്ളൂ. അതൊക്കെ പോട്ടെ, താനെന്തിനാ അലച്ചു തള്ളി എൻ്റെ പെണ്ണിൻ്റെ അരികിലേക്ക് വന്നത്? താൻ തൻ്റെ മകളെ എനിക്ക് വിറ്റതല്ലേ? കാർത്തി അയാളോട് പുച്ഛത്തോടെ ചോദിച്ചു. മോനെ, അങ്ങനെയൊന്നും പറയരുത്. ആദി എൻ്റെ മകളാണ്, എൻ്റെ ചോര. ആ അവകാശം ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. അയാൾ ഒരു അച്ഛൻ്റെ അധികാരത്തിൽ ഓരോന്ന് പറയാൻ തുടങ്ങി. കാർത്തിയുടെ സ്വരം ഉച്ചത്തിലുയർന്നു. എടോ, അമ്മായിയച്ഛ എന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് മറ്റൊന്നും വിളിപ്പിക്കരുത്, മനസ്സിലായോ തനിക്ക്? മോനെ, ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയവാ. കാർത്തിയുടെ ദേഷ്യം കണക്കിലെടുക്കാതെ അയാൾ തൻ്റെ ആവശ്യം പറഞ്ഞു തുടങ്ങി. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. അതുപോലെയാ എൻ്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതിന് ഞങ്ങൾ എന്ത് വേണമെന്നാണ് താൻ പറഞ്ഞു വരുന്നേ? എൻ്റെ ഭാര്യ സുഖപ്പെടുന്നത് വരെയെങ്കിലും ആദ്യം എൻ്റെ കുടുംബത്തിലേക്ക് വരണം. കാരണം അവളുടെ സഹോദരിമാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ജോലിയും പഠനവും ഒരുമിച്ച് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല മോനെ. അതുകൊണ്ട് ആ കുട്ടികൾ പഠനം നിർത്തിയതുപോലെയാണ്. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. ഒരു പയ്യൻ്റെ കൂട്ടത്തിൽ അവരെ പറഞ്ഞു വിടണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് മോനറിയാലോ? രഘു അവൻ്റെ വേവലാതികൾ അവനോട് പങ്കുവച്ചുകൊണ്ടിരുന്നു. താൻ ഉദ്ദേശിക്കുന്ന പോലെ എന്തായാലും എൻ്റെ ഭാര്യയെ അവിടേക്ക് പറഞ്ഞു വിടാൻ കഴിയില്ല. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് വീട് നോക്കുന്നൊരു വേലക്കാരിയെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ തീരെ താല്പര്യമില്ല. മോനെ, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ വേറെ ആരുമില്ല. അതുപോലെ ഈ അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കാനും. അതൊക്കെ നിങ്ങളോരോന്ന് ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു. എന്തായാലും അമ്മായിയച്ഛനിപ്പോൾ വന്ന വഴിയെ പോകാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് വന്നിട്ട് സംസാരിക്കാം. കാർത്തി തീർത്തും അയാളോട് പറഞ്ഞതും വേറെ നിവർത്തിയില്ലാതെ അയാൾ ആ കോൾ അവസാനിപ്പിച്ച ശേഷം ആ ഫോൺ ആദിക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് തുടർന്നു. നിന്നോട് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല ആദി. അതുപോലെ ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നും എനിക്കറിയില്ല. എൻ്റെ അവസ്ഥ കൊണ്ടാ ഞാൻ നിന്നെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്നേ. കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നീ നമ്മുടെ വീട്ടിലേക്ക് വരണം. അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ. അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. എന്താ ചേച്ചി, എന്തു പറ്റി? അവളുടെ മുഖം കണ്ടതും എബിൻ കാര്യങ്ങൾ അറിയാനായി അവളോട് തിരക്കി. ഞാൻ കാരണം നിനക്കും കൂടി ബുദ്ധിമുട്ടായി അല്ലേ? അച്ഛൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സോറിടാ. ആദി തൻ്റെ അരികിൽ നിൽക്കുന്നവനോട് ക്ഷമാപണം നടത്തി. ഏയ്,
ആ ബോധമില്ലാത്ത തന്ത എന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേച്ചിയുടെ മനസ്സ് ആരെക്കാളും നന്നായി എനിക്കറിയാവുന്നതല്ലേ. എന്നാലും അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എൻ്റെ ചേച്ചി അയാൾ ഇങ്ങനെ പറഞ്ഞത് ചേച്ചിയുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. എബിൻ അവളെ സമാധാനിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ ഓരോരോ ആളുകൾ ഷോപ്പിലേക്ക് വന്നു തുടങ്ങിയതും ആദ്യ വീണ്ടും പഴയ രീതിയിൽ തന്നെയായി. ചേച്ചി അയാൾ പറഞ്ഞതോർത്ത് വിഷമിച്ചിരിക്കാതെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളവരെ നമ്മൾ ഏറെക്കുറെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുകൊണ്ടിനി ബാക്കി കാര്യങ്ങൾ നോക്കുന്നതല്ലേ നല്ലത്. എബി, നീ പറഞ്ഞത് ശരിയാ. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ അവരെ പൂട്ടാൻ കഴിയും. എന്നാൽ മതിയായ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ അവർ വീണ്ടും പഴയതുപോലെ പുറത്തിറങ്ങും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളാ. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യണമെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നേ? ചില കാര്യത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യണം മോനെ, എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് അതെത്തുകയുള്ളൂ. ഇതും അതുപോലെയാ. അങ്ങനെ 1-2 ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഈ സമയം കൊണ്ട് അന്നയെ തൻ്റെ വരുതിയിലാക്കാൻ സത്യൻ രാധികയോട് ചട്ടം കെട്ടി. അതേ നിമിഷം തന്നെ സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ നിന്ന് തൻവിയെ ഒഴിപ്പിക്കാനുള്ള ശ്രമവും അയാൾ തുടങ്ങിയിരുന്നു. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ നിന്നും ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ സത്യന് കഴിഞ്ഞില്ല. അതുമാത്രമില്ല, തന്നുവിനെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അയാൾക്ക് തിരിച്ചടി നേരിടേണ്ടതായി വന്നു. ഈ സമയം കൊണ്ട് ആ പെൺകുട്ടി തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ദേവചന്ദ്രനെയും മാധവിയമ്മയും അവൾക്ക് കഴിയുന്ന രീതിയിൽ കയ്യിലെടുത്തിരുന്നു. സിദ്ധാർത്ഥിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ നടന്നതൊന്നും ഇവർ പറയുന്നത് പോലെ ആയിരിക്കില്ലെന്നുള്ള ഊഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പതിവ് പോലെ ഷോപ്പിലേക്കും ഓഫീസിലേക്കും പോകാനായി ഇറങ്ങിയതായിരുന്നു ആദിയും കൂട്ടരും. അപ്പോഴാണ് ഓഫീസിലേക്ക് പോകാൻ എന്ന വണ്ണം താൻവി അവിടേക്ക് കടന്നു വന്നത്. അവളെ കണ്ടതും പുറത്തുനിന്ന് രാധികയുടെ മുഖമിരുണ്ടു. അവർ തൻവിയെ കൊള്ളിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട് ചിരിക്കാൻ സാവിത്രിയും അവളുടെ മക്കളും. ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് അധികാരമാ രാധിക ഉള്ളത്? അവർ അവളുടെ നേരെ തട്ടിക്കയറി. അമ്മ, ഈ കാര്യത്തിൽ കൂടുതൽ അങ്ങോട്ട് ഇടപെടാൻ നിൽക്കണ്ട, മനസ്സിലായോ? ഇതെൻ്റെ മകൻ്റെ ജീവിതമാ. അവൾ തിരിച്ച് അവരുടെ നേരെ തട്ടിക്കയറി. അതെന്ത് വർത്താനോ ചേച്ചി നിങ്ങളീ പറയുന്നേ? നിങ്ങളുടെ മകൻ്റെ ജീവിതം എൻ്റെ അമ്മ എങ്ങനെ നശിപ്പിച്ചതെന്നാ? എൻ്റെ അമ്മ നശിപ്പിച്ചതുപോലെയാണല്ലോ നിങ്ങളുടെയൊക്കെ സംസാരം. സ്വന്തം മകനെ നിർത്തേണ്ട രീതിയിൽ നിലയ്ക്ക് നിർത്താൻ പഠിക്കാതെ അന്ന് അവനെ കയറൂരി വിട്ടപ്പോൾ ഒന്ന് ചിന്തിക്കണമായിരുന്നു ഇതിൻ്റെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ ആകുമെന്ന്. പക്ഷെ അന്നൊന്നും നീ നിൻ്റെ മകൻ്റെ തെറ്റുകളെ കണ്ടില്ലെന്നടിച്ചു. എന്നിട്ടിപ്പോൾ എല്ലാ തെറ്റുകളും എൻ്റെ അമ്മയുടെ തലയിൽ. ഇതൊന്നും അത്ര ശരിയല്ല രാധികേച്ചി. അരുന്ധതി തൻ്റെ ഇഷ്ടക്കേട് അവരോട് തുറന്നടിച്ചുകൊണ്ട് തന്നുവിൻ്റെ അരികിലേക്ക് നടന്നെടുത്തു. മോൾ ഇറങ്ങാറായോ? അരുന്ധതി സ്നേഹത്തോട് അവളോട് തിരക്കി. അതെ അരുമ, ഇന്ന് നല്ല തിരക്കുള്ള ദിവസാ, അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി. അപ്പോഴാ ഈ ചോദ്യോത്തരമേള അരങ്ങേറിയത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തന്നെ കയ്യിലുണ്ടായിരുന്ന വാച്ചിലേക്ക് സമയം നോക്കി. ഓ, ഇവൾ ജോലിക്ക് പോയിട്ട് വേണമല്ലോ ഇവിടുത്തെ ചിലവുകൾ നടക്കാൻ. രാധികയും സാവിത്രിയും കൂടി അവളെ പരിഹസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആരും ചേട്ടത്തെ കുറ്റപ്പെടുത്തിയൊന്നും വേണ്ട. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സാൻവിയുടെ സ്വരമുയർന്നു. ഓ, എത്തിയല്ലോ മഹാറാണി. രാധിക വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങി. എൻ്റെ പൊന്നമ്മേ, നിങ്ങളുടെ തട്ടലും മുട്ടലും കേൾക്കാൻ എനിക്കിപ്പോൾ ഏതായാലും സമയമില്ല. അതുകൊണ്ട് സമയമുള്ളപ്പോൾ നമുക്ക് ബാക്കി ചൊറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തനുവിൻ്റെ നേരെ തിരിഞ്ഞു. എടാ, ഞങ്ങളിന്ന് നിൻ്റെ ഓഫീസ് വഴിയാണ് പോന്നേ. ആദ്യമായിട്ടത്തേക്ക് അവരുടെ വീട് വരെ പോകണം. കൂടെ ഞങ്ങളും പോകുന്നുണ്ട്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം, സാൻവി അവരോട് തുറന്നു പറഞ്ഞു. നീ എന്തിനാ ഇവളുടെ വീട്ടിൽ പോന്നേ? ആദിയുടെ വീട്ടിൽ പോകുന്നു എന്ന് കേട്ടതും രാഘവൻ്റെ മുഖം ചുവന്നു. അതിനെന്താ പോയാ? അവളും അതേ സ്വരത്തിൽ തന്നെ തിരിച്ചടിച്ചു. അതല്ല മോളെ, ഈ കണ്ണിൽ കണ്ടവരുടെ വീട്ടിലൊന്നും കയറി ഇറങ്ങേണ്ട കാര്യമൊന്നും നിനക്കില്ല. നീ നിന്റെ സ്റ്റാറ്റസ് ഇടയ്ക്കെങ്കിലും ഓർക്കുന്നത് നല്ലതാ. ഓ ശരി, ഇനി മുതൽ ഞാൻ ഓർത്തോളാം. തൽക്കാലം പോയിട്ട് വേറെ ജോലിയുള്ളതാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി. ഒപ്പം അവളുടെ കൂട്ടുകാരും. അവരെല്ലാം പോയെന്ന് കണ്ടതും സാവിത്രിയുടെ സ്വരമുയർന്നു. എന്തൊക്കെയാ രാധുവേച്ചി ഇവിടെ നടക്കുന്നേ? ഏട്ടത്തിക്ക് ഈ വീട്ടിൽ ഒരാളും ഒരു വിലയും നൽകുന്നില്ല. എല്ലാവരും ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾ, അതാണ് രാധുവേട്ടത്തി. അതെനിക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് സാവി. അതല്ലേ ഇന്നലെ കയറി വന്ന അരുന്ധതിയും എനിക്ക് നേരെ സംസാരിക്കാൻ തുടങ്ങിയത്. ആ അതെ, എന്തായാലും ഞാനൊരു കാര്യം പറയാം. എന്തെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് മുൻപോട്ട് പോയാൽ ഈ തറവാട്ടിൽ ഏട്ടത്തിക്ക് ഒരു വിലയില്ലാതാകും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സമചിത്തതയോടെ നേരിടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സാവിത്രി അവളെ എരികേറ്റിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ സാവി. ഇനി നമ്മുടെ മുൻപിൽ സമയമില്ല. പക്ഷേ എങ്ങനെ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചിരിക്കാൻ പോയാൽ അതിനെ നേരം കാണൂ. അതുകൊണ്ട് ആ ആട്ടക്കാരി പെണ്ണിനെ ഇവിടുന്ന് അടിച്ചിറക്കി ആ അന്നയെ അവിടെ കയറ്റി പ്രതിഷ്ഠിക്കാൻ നോക്ക്. അതത്ര എളുപ്പമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സാവി? ആ അരുന്ധതിക്കും ഐസക്കനും എൻ്റെ മോനെ കണ്ണിന് പിടിക്കില്ല.
അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന അങ്ങനെ ഇരിക്കത്തേ ഉള്ള ഏട്ടത്തി. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഞാൻ എന്ത് വേണമെന്ന് നീ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടത്തി, ആദ്യം നമുക്ക് വേണ്ടത് ആ പെണ്ണിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചിറക്കുക എന്നതാ. അത് സിദ്ധു വിചാരിച്ചാൽ സാധിക്കും. അതെങ്ങനെ? എൻ്റെ ഏട്ടത്തി, സിദ്ധു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താ? അവൻ്റെ തല്ലിപ്പൊളിഞ്ഞ സ്വഭാവം തന്നെയല്ലേ? ആ സ്വഭാവം ഈ പെണ്ണിൻ്റെ അടുത്ത് അവൻ ഇറക്കണം. അതിനെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിക്കണം. എന്നാലേ നമ്മുടെ പ്ലാൻ നടക്കുകയുള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റു സാവി. ഇത് ഞാനും ഒന്ന് ചിന്തിച്ചതാ. പക്ഷെ ആ പെണ്ണ് കേസ് കോടാലി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാനൊന്ന് വരേണ്ടത്. ഇനി അതൊക്കെ ചിന്തിച്ചിരുന്ന എൻ്റെ മോൻ്റെ ജീവിതം നഷ്ടമാവുകയുള്ളൂ. അതാ പറഞ്ഞത് ഏട്ടത്തി. മടി പിടിച്ചിരിക്കാതെ ആ പെണ്ണിനെ ഇവിടെ നടിച്ചിറക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവരുടെ മുറിയിലേക്ക് നടന്നു. ഇതേ സമയം തന്നുവും മറ്റും ആദിയോടൊപ്പമുള്ള യാത്രയിലായിരുന്നു. അല്ല ആദിയേച്ചി, വീട്ടിലെന്തെങ്കിലും വിശേഷമുണ്ടോ? ഓ, അതൊന്നും പറയേണ്ട തന്നു ഏട്ടത്തി. ആദ്യേട്ടത്തിൽ അച്ഛൻ ഇന്നലെ ഷോപ്പിൽ വന്നിരുന്നു. വൻ സീനായിരുന്നു. അയ്യോ, അതെന്തു പറ്റി? ഒന്നും പറയേണ്ട ഏട്ടത്തി. അയാൾക്ക് നമ്മുടെ ഏട്ടത്തിയെ ചെറുപ്പം മുതലേ ഇഷ്ടമല്ല. അതിൻ്റെ കാരണമൊന്നും എനിക്ക് ശരിയായ രീതിയിൽ അറിയുകയില്ല. എങ്കിലും ഏട്ടത്തി നമ്മുടെ വീട്ടിൽ വന്നു കയറിയതിന് മുതൽ ഞാൻ കാണുന്നതാണ് അവരുടെയൊക്കെ ഒരു അകൽച്ച. എങ്ങനെയെങ്കിലും ഏട്ടത്തി കാർത്തിയേട്ടൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ ഏതെങ്കിലും അച്ഛനും അമ്മയും ആഗ്രഹിക്കുമോ? തനു അത്ഭുതത്തോടെ ചോദിച്ചു. അങ്ങനെ ആഗ്രഹിക്കുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തന്നെ വ്യക്തമായി പഠിച്ചതാ. അല്ല തനുവേച്ചി, നിങ്ങൾക്ക് എവിടെ ഇറങ്ങേണ്ടത്? എന്നത്തെ പോലെ ഓഫീസിലേക്കാണോ? എബിനായിരുന്നു ആ ചോദ്യം അവളോട് ഉയർത്തിയത്. ഇന്ന് സത്യത്തിൽ എനിക്കൊരു തിരക്കും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, എനിക്കിന്ന് ഉച്ചവരെ ലീവും ആയിരുന്നു. പക്ഷേ വീട്ടിലിരുന്ന എന്തേലും സമാധാനം എനിക്ക് കിട്ടുമോ? ഒരു ഭാഗത്ത് സിദ്ധാർത്ഥ്, മറുഭാഗത്ത് അവൻ്റെ അമ്മയും. ഇതൊക്കെ എങ്ങനെയും സഹിക്കാന്ന് വെക്കാം. എന്നാൽ സാവിത്രി ആൻ്റിയുടെ വാക്കുകൾ ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്തതാണ്. തനു തൻ്റെ അവസ്ഥ അവരോട് തുറന്നു പറഞ്ഞു. അത് തനു പറഞ്ഞത് സത്യം തന്നെ ആദ്യേട്ടത്തി. ഞാനും കേൾക്കുന്നുണ്ട് ഇവർക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ. സത്യത്തിൽ അവർക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യാനാ? ചിലരുടെ ജന്മം ഇങ്ങനെയായിപ്പോയി. നമ്മൾ എന്തേലും തെറ്റ് ചെയ്തിട്ടാണോ ഇവറ്റകളുടെ വായിൽ നിന്ന് കേൾക്കുന്നത്? ആദി സാൻവിയോട് തുറന്നു ചോദിച്ചു. അങ്ങനെ യാത്ര കുറച്ചു ദൂരം മുൻപോട്ട് പോയതുകൊണ്ട് പതിവ് പോലെ ജാൻസി അവരുടെ വരവും കാത്ത് റോഡിൽ അക്ഷമയോടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒപ്പം മിക്കുവും. ഇതാര്? സാനു ചേച്ചിയുടെ മിക്കു കുട്ടനോ? മിക്കുവിനെ കണ്ടതും സാൻവി അവനോട് ഓരോന്ന് ചോദിക്കാനും ആ കുഞ്ഞിനെ കളിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദിയുടെ മനസ്സിലേക്ക് അരവിന്ദൻ്റെ മുഖം തെളിഞ്ഞു വന്നത്. ഇന്നെങ്കിലും അരവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് ആദി ജാൻസിയോട് ഓപ്പണായിട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ജാൻസി ചേച്ചി, ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കുമോ? അതെന്താ മോളെ അങ്ങനെ ഒരു സംസാരം? നീയും സാൻവിയും ഒക്കെ എനിക്ക് എൻ്റെ മിക്കുവിനെ പോലെ തന്നെയാ എൻ്റെ മക്കൾ.